JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 ഫലങ്ങളാണ്. ഇടവം മിഥുനം രാശികളിൽ ചേർന്ന് കിടക്കുന്ന 3 നക്ഷത്ര കൂട്ടങ്ങളാണ് മകയിര നക്ഷത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ദൈവഗണത്തിൽ സ്ത്രീയോനിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കരിങ്ങാലിയാണ്. ദേവത ചന്ദ്രനായി കണക്കാക്കുമ്പോൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെ മനസ്സിന് സ്ഥിരതയുണ്ടാകില്ല. ചഞ്ചല മനസ്സാണ് ഇവരിൽ കൂടുതൽ പേരിലും കാണപ്പെടുന്നത്. അതായത് സ്ഥായിയായ വിരോധമോ അതിരറ്റ അടുപ്പമോ ഇവർ കാണിക്കാറില്ല. സാഹചര്യമനുസരിച്ച് മാറ്റം ഇവരിൽ കാണാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു. ഇവർ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവണത പലരിലും കാണുന്നുണ്ട്. ഇവരുമായി ആരെങ്കിലും അടുക്കുമ്പോൾ അല്ലെങ്കിൽ സഹകരിക്കുമ്പോൾ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇവരോട് ഒരടുപ്പം തോന്നുന്ന ഒരു പ്രവണത സ്വാഭാവികമായും മകയിര നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട്. മകയിര നക്ഷത്രം മുഹൂർത്തപരമായി ചിന്തിക്കുമ്പോൾ വിവാഹം, ഗൃഹാരംഭം, ഗൃഹപ്രവേശം, ദൈവികമായ കാര്യങ്ങൾ, യാത്ര മുതലായ ശുഭകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമാണ് മകയിര നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ച പലരും കലാപരമായ കഴിവോ അതല്ലെങ്കിൽ സംഗീതത്തിൽ താല്പര്യമുള്ള ആൾക്കാരോ ആയിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു താല്പര്യവും ഒരു അടുപ്പവും ഒരു മമതയും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ മകയിര നക്ഷത്രം. 2 രാശിയിൽ ചേർന്ന് കിടക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഇവർക്ക് സാധാരണ പൊതുവെ ഒരു 25-30 വയസ്സ് വരെയുള്ള കാലഘട്ടം പലപ്പോഴും സുഖജീവിതം ആഗ്രഹിച്ച് നടക്കും. എന്നാൽ മിക്കവാറും എങ്ങും എത്തുകയുമില്ല. അതിനുശേഷമാണ് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകുന്നത്. പൊതുവെ ഇവർ സ്വാർത്ഥത കൂടുതലുള്ളവരാണ് എന്ന് മറ്റുള്ളവർ. സ്വന്തം കാര്യം ഇവർക്ക് വളരെ പ്രധാനമാണ്. അതുതന്നെയാണ് കാര്യം. കുടുംബജീവിതത്തിൽ കുടുംബത്തിൻ്റെ കാര്യം പ്രധാനം. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യം ഇവർ ആലോചിക്കാറുള്ളൂ. സ്ത്രീകളിൽ നല്ലൊരു വിഭാഗം മകയിര നക്ഷത്രക്കാർ സുഖഭോഗങ്ങളിൽ താല്പര്യമുള്ളവരും സൗന്ദര്യവതികളുമാണ്. നല്ല വൃത്തിയായി അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പ്രവർത്തന രംഗങ്ങളിൽ നല്ല താല്പര്യത്തോടെ ഏത് കാര്യവും ഏറ്റെടുക്കുകയും ആവേശത്തോടെ പ്രവർത്തിക്കുകയും. മകയിര നക്ഷത്രക്കാർ കുടുംബസ്നേഹികളും അധ്വാനശീലരുമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ പുരുഷന്മാരെക്കാൾ ഉത്തരവാദിത്വം കാണിക്കുന്നത് സ്ത്രീകളാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും സഹകരണവും നല്ല രീതിയിൽ ഇവർ നിലനിർത്താൻ പലപ്പോഴും ശ്രമിക്കും. സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയും സന്താന ഭാഗ്യവും ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രത്തിൽ അധികം പേർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യം. അപൂർവമായി മാത്രമേ ഇതിന് വിപരീതമായി പലരിലും കണ്ടുവരുന്നുള്ളൂ. പല കാര്യങ്ങളെക്കുറിച്ചും ഇവർ അറിവുള്ളവരായി കാണുന്നുണ്ട്. ബാല്യകാലം അത്ര മെച്ചമായിരിക്കുന്നില്ല. പലതും ഇവർ സ്വന്തമായി തന്നെ കണ്ടെത്തുകയും അറിയുകയും ചെയ്യുക എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. 2025 കടക്കുമ്പോൾ വ്യാഴം, ശനി, രാഹു, കേതു ഈ 4 ഗ്രഹങ്ങൾ രാശി മാറുന്നത് 2025 മെയ് മാസത്തിലാണ്. 2025 ആദ്യ രാശിമാറ്റം എന്ന് പറയുന്നത് ജനുവരി 4-ാം തീയതിയുള്ള ബുധൻ്റെ രാശിമാറ്റമാണ്. സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും പല പ്രാവശ്യം ഈ ഒരു വർഷത്തിൽ രാശി മാറുന്നതായി കാണും. സൂര്യനെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ മലയാള മാസവും രാശി മാറിക്കൊണ്ടേയിരിക്കും. മകയിര നക്ഷത്രം ഇടവം മിഥുനം രാശിയിലായി ജന്മരാശി വരുന്നതിനാൽ പലപ്പോഴും മാറ്റം സംഭവിക്കുന്ന വർഷമാണ് 2025. ഈ വർഷം ആരംഭിക്കുന്ന ജനുവരി പൊതുവെ നല്ലതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള അവസരം ഒരുപക്ഷെ ചിലർക്കൊക്കെ ഉണ്ടായെന്ന് വരും. അതുപോലെ തീർത്ഥയാത്രയാകാം, അതുമല്ലെങ്കിൽ വിദേശയാത്രയാകാം, കുടുംബത്തിലെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷം പ്രമാണിച്ചും മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായും മെച്ചമുണ്ടാകും. അതുപോലെ ചിലവും ഉണ്ടാകുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കും. സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ,
അതുപോലെ കുടുംബ ഓഹരി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നിവയിലൊക്കെ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വീട്ടിലും ചില അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെ കാരണമാകാം. വീട്, വാഹനം എന്നിവയിലൊക്കെ ഗുണമുണ്ടാകും. അതായത് വീട് പണി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം, വാഹനം വാങ്ങാനും അല്ലെങ്കിൽ കൈമാറാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യവുമൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. വിദേശയാത്രയും വിദേശ പഠനവും ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായ സമയമാണ് ഫെബ്രുവരി മാസം. ഇനി മാർച്ച് മാസത്തിലേക്ക് പോകുമ്പോൾ തൊഴിൽപരമായ കാര്യത്തിന് ഗുണമുണ്ടാകും. വിദേശയാത്ര, പഠനം എന്നിവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു മാസമാണ് മാർച്ച്. സർക്കാർ തലത്തിലും പ്രത്യേക മറ്റു തൊഴിലും, അതായത് സ്വകാര്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും പ്രമോഷനോ അതുപോലെ തന്നെ ശമ്പളം കൂട്ടിക്കിട്ടാനുള്ള സാധ്യതയോ അത്തരത്തിലൊക്കെ ഉള്ള തൊഴിൽപരമായ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയും മാർച്ച് മാസത്തിൽ വരും. വീട്, വാഹനം മുതലായവയ്ക്കും വിദേശ ആവശ്യങ്ങൾക്കുള്ള ലോൺ എടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യവും ഈ മാർച്ച് മാസത്തിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകാം. ഇനി ഏപ്രിൽ മാസത്തിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ കൃഷി, കന്നുകാലി, ചെറുകിട ബിസിനസ് മുതലായവയൊക്കെ ജീവിത മാർഗമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. സാമ്പത്തികമായി അവർ കുറച്ച് മെച്ചമൊക്കെ ഉണ്ടാകും. അതുപോലെ ഭൂമി കച്ചവടം നടത്തുന്നവർക്കും ഗുണകരമാണ്. വിവാഹ സംബന്ധമായി തീരുമാനമൊന്നും ആകാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസരവും ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകാം. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഒരു അവസരമുണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റുകാർ, ഷെയർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഗുണമുണ്ടാകും. ഇനി മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ 4 ഗ്രഹങ്ങൾ രാശി മാറുന്ന മാസമാണ് മെയ് മാസം. പല വിധത്തിലുള്ള വിഷമതകളും ആരോഗ്യ പ്രശ്നങ്ങളും പല മാറ്റങ്ങളും വരാവുന്ന ഒരു മാസമാണ് മെയ് മാസം. അതായത് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ജീവിതത്തിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. തൊഴിൽപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൊഴിലിൽ മെച്ചമല്ലാത്ത ഒരു സാഹചര്യമോ അല്ലെങ്കിൽ തൊഴിൽ മാറുന്ന ഒരവസ്ഥയിലേക്കോ ഒക്കെ വന്നുകൂടായികയില്ല. സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റമോ അതല്ലെങ്കിൽ മേലധികാരികളുടെ ചില വാണിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകളോ ഒക്കെ ഉണ്ടായിക്കൂടാന്നില്ല. കാരണം അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മനസ്സറിയാതെയോ ചില പാകപ്പിഴകളൊക്കെ വന്നു ചേരാവുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം. ഇനി ജൂൺ മാസത്തിലേക്ക് പോകുമ്പോൾ യാത്രകൾ അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. ഒരു പ്രാവശ്യം പോയി നടത്തേണ്ട കാര്യത്തിന് ചിലപ്പോൾ പല പ്രാവശ്യം പോകേണ്ടി വരും. അതുപോലെ തന്നെ ചില യാത്രകൾ ദുരിതപൂർണമാവുകയും ചെയ്യാം. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. ബിസിനസ് രംഗത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരാം. വിവാഹ സംബന്ധമായ കാര്യത്തിൽ ചില ഗുണങ്ങളും നീക്കുപോക്കുകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായെന്നും വരും. സ്ത്രീകൾ മൂലം പല ഗുണങ്ങളും പല സഹായങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഇനി ജൂലൈ മാസത്തിലേക്ക് കടക്കുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി മുതലായ കാര്യങ്ങൾക്ക് നല്ല സമയമാണ്. അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പലതും ആവിഷ്കരിക്കുകയും ആലോചിക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കൃഷി സംബന്ധമായ കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാകും. നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. കന്നുകാലി വളർത്തൽ നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഫാം നടത്തുന്നവരുമൊക്കെ ഈ മാസം, അതായത് ജൂലൈ മാസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. ആഗസ്റ്റ് മാസത്തിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ വിദേശ ജോലി, പഠനം എന്നിവയൊക്കെ ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളും ചിലപ്പോൾ വരാം. മാതാവിന് അത്ര നല്ല സമയമല്ല. വീട് പണി നടത്തുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില തടസ്സങ്ങളൊക്കെ വരാം. ചില സാമ്പത്തികമായ നഷ്ടവും വരാം. വാഹനയാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം. അതായത് അപകട സാധ്യതയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ കാര്യത്തിന് നല്ല സമയമാണ്. അതുപോലെ ആരോഗ്യം, യാത്ര,
അപകടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗസ്റ്റ് മാസം വളരെ ശ്രദ്ധിക്കുന്നത് നന്നായി. സെപ്റ്റംബർ മാസത്തിലെ കാര്യം നോക്കുമ്പോൾ തൊഴിൽപരമായി മുന്നേറ്റമുണ്ട്. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കരാർ ജോലിക്കാർക്കും ഗുണമുണ്ടാകും. സാമ്പത്തികമായി അല്പം മെച്ചവും അതുപോലെ അല്പം പ്രയോജനവുമൊക്കെ വരുന്ന ഒരു മാസമാണ്. സർക്കാർ സംബന്ധമായി ജോലി കിട്ടാനും അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ അങ്ങനെയൊക്കെ ഉള്ളത് ലഭിക്കാനുള്ള സാധ്യതയും ഈ സെപ്റ്റംബർ മാസമുണ്ട്. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിന് വേണ്ടി നോക്കിയിരിക്കുന്നവർ, ലഭിച്ചവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ജോലി സംബന്ധമായ നല്ലൊരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, നിർമ്മാണ രംഗം, കരാർ ജോലികൾ, ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സമയമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ അവർക്ക് ചില പുരോഗതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് കഴിയുന്നവർക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. നവംബർ മാസത്തിലേക്ക് പോകുമ്പോൾ ആരോഗ്യ സംബന്ധമായി അത്ര നല്ല സമയം അല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ബന്ധുക്കളുടെ ദുരിതമോ രോഗമോ വിയോഗമോ വിഷമമോ അപകടമോ എന്തെങ്കിലുമൊക്കെ കുടുംബജീവിതത്തിൽ ചില വിഷമതയ്ക്ക് കാരണമാകാം. പങ്കാളിയുമായി അകൽച്ചയോ അല്ലെങ്കിൽ പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നവംബർ മാസത്തിലുണ്ട്. ഇനി ഡിസംബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ ആയുധം, അഗ്നി മുതലായവയിൽ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, മുറിവ്, ചതവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ കരണ്ട്, തീയ്, ചൂടുവെള്ളം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വീട് പണി ആഗ്രഹിച്ച് നടക്കുന്നവർക്ക്, അത് തുടരുന്നവർക്ക് അത് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായങ്ങൾ പല കാര്യത്തിനും ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം. മകയിര നക്ഷത്രത്തെ സംബന്ധിച്ച് പൊതുവെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വാർഷിക ഫലത്തിലായാലും അല്ലാതെയുമൊക്കെ പറയുന്നത്. ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ പ്രായം, ഇപ്പോൾ ഈ മകയിര നക്ഷത്രത്തിൽ തന്നെ അനേകം പേരുണ്ടാകും. അവരുടെയൊക്കെ പ്രായത്തിൽ വ്യത്യാസം കാണും. അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങളിൽ വ്യത്യാസം കാണും. അതനുസരിച്ച് അവരുടെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം. എങ്കിലും ഏറെക്കുറെ സംഭവിക്കാൻ സാധ്യതയുള്ള പൊതുഫലമായിട്ടാണ് ഈ വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.